إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിന പരിശ്രമം എപ്പോഴുമുള്ള ജാഗ്രത വെച്ചു പുലർത്തണമെന്നും ഉണർത്തുകയാണ്. തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നതിലുള്ള ആധിക്യം തെറ്റുകളെ നന്മയാക്കാനും തെറ്റുകളോടുള്ള ഗൗരവം മനുഷ്യരിൽ കുറയുവാനും വളരെയധികം കാരണമായിട്ടുണ്ട്. എത്ര വലിയ തെറ്റുകളെയും അതിനെ ലഘൂകരിച്ച് അത് നന്മയാക്കി തീർക്കുന്നതിൽ സമൂഹത്തിലുള്ള വലിയ ആൾക്കാർ എന്ന് വിചാരിക്കുന്നവരിലും മീഡിയകൾക്കൊക്കെ വലിയ പങ്കാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് തെറ്റുകുറ്റങ്ങളുടെ ഗൗരവം വിശ്വാസികൾ വളരെ കൃത്യതയോടെ എപ്പോഴും വെച്ച് പുലർത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് വൻ പാപങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് വളരെ കൃത്യമായി അവരുടെ ലക്ഷണമായി, അവരുടെ അടയാളമായി, അവരുടെ ചിഹ്നമായി പറഞ്ഞു തന്നിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു, നിങ്ങളോട് വിരോധിക്കപ്പെട്ടുള്ള വൻപാപങ്ങൾ, വലിയ തെറ്റുകുറ്റങ്ങൾ, അത് നിങ്ങൾ വർജിക്കുന്ന പക്ഷം നുകഫിർ അൻകും സയ്യിആതികും, നിങ്ങളുടെ ചെറിയ പാപങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂടി വെക്കുന്നതാണ്. നിങ്ങളോട് നിരോധിക്കപ്പെട്ട വൻപാപങ്ങൾ അത് നിങ്ങൾ വർജിക്കുന്ന പക്ഷം നിങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന ചെറിയ കുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മൂടി വെക്കുന്നതാണ്. വനുദ്ഖിൽകും മുദ്ഖലൻ കരീമ, മാന്യമായ ഒരു സ്ഥലത്ത് നിങ്ങളെ നാം പ്രവേശിപ്പിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ വഇദാ മാ ഗളിബൂ ഹും യഗ്ഫിറൂൻ, വൻപാപങ്ങൾ വർജിക്കുന്ന ആൾക്കാർ, നീചവൃത്തികൾ ഒഴിവാക്കുന്ന ആൾക്കാർ, കോപം വന്നാൽ ദേഷ്യം വന്നാൽ പൊറുക്കുന്ന ആൾക്കാർ, അവർക്കാണ് സ്വർഗമുള്ളത്, അവർക്കാണ് മഗ്ഫിറത്തുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ ഇല്ലൽ ലമം, അതായത് വലിയ പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവർക്ക്, നീചവൃത്തികളിൽ നിന്ന് നിസാരതമായ ദൊഴികയിൽ നിന്ന് മാറി നിൽക്കുന്ന ആൾക്കാർ, തീർച്ചയായും ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ, അവർക്കാണ് അല്ലാഹുവിൽ നിന്നുള്ള അതിവിശാലമായിട്ടുള്ള പാപമോചനം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, വൻപാപങ്ങൾ ഒഴിവാക്കിയാൽ ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങൾ മറ്റു പലയുള്ള ആരാധനാ ഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരും. അപ്പൊ ഏതാണ് വൻപാപങ്ങൾ? അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, അസ്സലവാതു ഖംസ് വൽ ജുമുഅതു ഇലാ ജുമുഅ വറമളാന ഇലാ റമളാന മുകഫിറാത്തുൻ മാ ബൈനഹുന്ന ഇദ്ജിതനിബൽ കബായിർ. വൻപാപങ്ങൾ നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ ഒരു നിസ്കാരം മുതൽ മറ്റു നിസ്കാരം, അല്ലെങ്കിൽ 5 നേരത്തുള്ള നിസ്കാരങ്ങൾ, ഒരു ജുമ മുതൽ മറ്റൊരു ജുമ,
അല്ലെങ്കിൽ ഒരു റമദാൻ മുതൽ മറ്റ് വരെ റമദാൻ വരെയുള്ള കാര്യങ്ങൾ എന്താണ്? മുഖഫിറാത്തുൻ മാ ബൈനഹുന്ന, നിങ്ങൾക്കിടയിലുള്ള പാപങ്ങൾ മായ്ക്കപ്പെടുന്ന അവസരങ്ങളാണ്. ഇപ്പൊ റമദാനിൽ നമ്മൾ നോമ്പ് അടുത്ത റമദാൻ വരെ നമ്മൾ വിശ്വാസികൾ കാത്തിരിക്കുകയാണെങ്കിൽ അതിൽ വരുന്ന ചെറിയ തെറ്റുകുറ്റങ്ങൾ നമുക്ക് പൊറുക്കപ്പെടും, നമ്മൾ വൻ പാപങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ. മറ്റൊരു ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ ഇംരിഇൻ മുസ്ലിമിൻ തഖ്ലുറുഹു സലാത്തുൻ മക്തൂബത്തുൻ ഫയഹ്സിനു വുളൂഅഹാ വഖുശൂഅഹാ വറുകൂഅഹാ ഇല്ലാ കാനത് കഫാറത്തൻ ലിമാ ഖബലഹാ മിനസ് ദുനൂബി മാ ലം യുഅതി കബീറതൻ വദാലിക ദഹറ കുല്ലഹു. ഒരു നല്ല രീതിയിൽ ഒരാൾ ഉളവെടുത്തു, എന്നിട്ട് മുസ്ലിമായൊരു മനുഷ്യൻ അവൻ നിർബന്ധ നിസ്കാര സമയമായാൽ അവൻ ഭയഭക്തിയോടുകൂടി റുകൂവ് നിസ്കാരം അവൻ ചെയ്തു, എന്നാൽ അവൻ വൻപാപങ്ങൾ ചെയ്യാത്ത കാലത്തോളം അതിനു മുമ്പ് അവനിൽ വന്നിട്ടുള്ള സകല പാപങ്ങളും പൊറുക്കാതിരിക്കുകയില്ല, അത് കാലം മുഴുവൻ ഉണ്ടായിരിക്കുമെന്നാണ്. ഒരാൾ വൻപാപങ്ങൾ ഒഴിവാക്കി, എന്നാൽ ഒരാൾ നല്ല രീതിയിൽ ഉളവെടുത്ത് നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ അയാൾ വൻപാപങ്ങൾ ചെയ്യാത്ത കാലത്തോളം അയാൾക്ക് എന്താണ്? ആ നിസ്കാരം പോലും പാപം പൊറുക്കപ്പെടാനുള്ള കാരണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. സഹോദരന്മാർ, അതുകൊണ്ട് തന്നെ വൻപാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് നിർബന്ധമാണ്. അപ്പോൾ ആ വൻപാപം ഏതാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവയിൽ നിന്ന് വിട്ടു നിൽക്കുവാൻ ഉദ്ദേശിക്കുന്ന മുസ്ലിങ്ങൾ തീർച്ചയായും അവരെ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം അവയുടെ ഗണത്തിൽ പണ്ഡിതന്മാർ വ്യത്യസ്ത രീതിയിലുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത്, ഇജ്തനിബൂ സബുൽ മുബിക്കാത്ത്, നിങ്ങൾ 7 വൻപാപങ്ങൾ വർജിക്കണം. എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുന്ന നിങ്ങളെ നശിപ്പിക്കുന്ന വൻപാപങ്ങൾ നിങ്ങൾ വെടിയണം. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണത് 7 എണ്ണാണ്. അപ്പൊ സഹാബികൾ ചോദിച്ചു അതേതാണ്? അപ്പം പറഞ്ഞു അശ്ശിർകു ബില്ലാഹ്, അത് അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. വസീർ, മാരണം ചെയ്യലാണ്, കൂടോത്രം ചെയ്യലാണ്. വഖത്ലുൻ നഫ്സി അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, ന്യായമല്ലാതെ ഒരാൾ വധിച്ചു കളിയലാണ്. വഅക്ലു മാലിൽ യതീം, അതേ അനാഥകളുടെ സമ്പത്ത് ഭക്ഷിക്കലാണ്. വഅക്ലു റിബ, പലിശ തിന്നലാണ്. വതവല്ലി യൗമ സഹഫ്, യുദ്ധ ദിവസം പിന്തിരിഞ്ഞോടലാണ്. യുദ്ധത്തിനുള്ള ദിവസം യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടലാണ്. വഖസ്ഫുൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്ത്, അതേ ചാരിത്രം സൂക്ഷിക്കുന്നവരും തെറ്റുകുറ്റങ്ങളെ കുറിച്ച് അശ്രദ്ധാലുക്കളുമുള്ള സദ്വൃത്തരായ സ്ത്രീകളെ കുറിച്ച് അപവാദം പ്രചരിപ്പിക്കലാണ്. അപ്പൊ ചെറുപാപങ്ങൾ പൊറുക്കാൻ വൻപാപങ്ങൾ ഒഴിവാക്കണം. അപ്പൊ ആ വൻപാപങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയപ്പോ വ്യത്യസ്ത രീതിയിൽ എണ്ണി. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉനബ്ബികും ബിഅക്ബരിൽ കബായിർ, നിങ്ങൾക്ക് വൻപാപങ്ങളെ കുറിച്ച് പറഞ്ഞു തരട്ടെയോ? സലാസൻ, അത് 3 പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറഞ്ഞു എന്ന്. അതിൽ ഇശ്റാഖു ബില്ലാഹ്, ഒന്നാമത് എണ്ണിയത് അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. അല്ലാഹുവിന്റെ റുബൂബിയത്തിലോ അവന്റെ ഉലൂഹിയത്തിലോ അസ്മാ വ സിഫാത്തിലോ ഏതെങ്കിലും രീതിയിൽ പങ്കു ചേർക്കലാണ്. വഉഖൂഖുൽ വാലിദൈൻ, നേരത്തെ 7 എണ്ണാത്ത കാര്യങ്ങളാണ് ചിലത് ഇവിടെ പറയുന്നത്. മാതാപിതാക്കളുടെ അനുസരണക്കേട് കാണിക്കലാണ്. അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കെ നമ്മളെ കൊണ്ട് മാതാപിതാക്കൾക്ക് യാതൊരു ഉപകാരം ചെയ്യാതിരിക്കുക, നമ്മൾ ഓർത്ത് മാതാപിതാക്കൾക്ക് എപ്പോഴും ആകുലത ഉണ്ടാകുക, അതൊക്കെ ഉഖൂഖുൽ വാലിദൈൻ എന്ന ഇതിന്റെ വിശാലമായ അർത്ഥത്തിൽ വരും. അല്ലെങ്കിൽ മറ്റൊന്ന് എണ്ണിയത് വശഹാദത്തു സൂർ, കള്ളസാക്ഷ്യം പറയലാണ്. ഔ ഖൗലു സൂർ, കള്ളസത്യം പറയലാണ്. ഇപ്പൊ നമ്മുടെ മകന്റെയോ മകളുടെയോ ഒരു ഡൈവേഴ്സ്, ഒരു തലാഖ് വിഷയം വന്നാൽ നമ്മൾക്കുണ്ടാകുന്ന പ്രതികരണം എന്തായിരിക്കും? ചിലപ്പോൾ കോടതിയിലോ മറ്റോ കേസെത്തിയാൽ. അതുകൊണ്ട് തന്നെ കള്ളസത്യം പറയുക, കള്ളസാക്ഷ്യം പറയുക, അതൊക്കെ എന്താണ്? അതൊക്കെ വൻപാപങ്ങളിൽപ്പെട്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. സഹാബികൾ പറഞ്ഞു എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറയുന്നതൊന്ന് നിർത്തിയിരുന്നെങ്കിൽ എന്ന് പോലും ചില സഹാബികൾ ആഗ്രഹിച്ചു പോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വൻപാപങ്ങളെ കുറിച്ചുള്ള ഈ മുന്നറിയിപ്പിൽ സഹാബികൾ ഉദ്ധരിക്കുന്നുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം അശ്ശിർകു ബില്ലാഹ് വഖൂഖുൽ വാലിദൈൻ വഖത്ലുൻ നഫ്സി വഖൗലു സൂർ. ഇവിടെ കള്ളസാക്ഷ്യം എണ്ണി പറഞ്ഞില്ല എന്ന് വെച്ചാൽ വ്യത്യസ്തമായ റിപ്പോർട്ട് വന്നു. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം വൽ ഖംറു ഖുമ്മുൽ ഫവായിഷ്, മദ്യം എന്ന് പറയുന്നത് അത് മ്ലേച്ഛതകളുടെ മാതാവാണ്. വഅക്ബറുൽ കബായിർ, അത് വൻപാപങ്ങളിൽപ്പെട്ടതാണ്.
അതുപോലെ തന്നെ മൻ ശരിബഹ വകാല ഉമ്മിഹി വഖാലതിഹി വഅമ്മതിഹി, ആരെങ്കിലും കള്ള് കുടിച്ചാൽ തന്റെ ഉമ്മയെയും മാതൃ സഹോദരിയെയും തന്റെ പിതൃ സഹോദരിയും വ്യഭിചരിക്കുന്നതിന് തുല്യമാണ്, അത് വൻപാപമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വൻപാപങ്ങളുടെ ആധിക്യത്തെ കുറിച്ച് പല രൂപത്തിലും സൂചനയായിട്ട് പറഞ്ഞു. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അതെ, അത് 7 എന്ന് പറഞ്ഞത് 70 അടുത്ത സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നുണ്ട്, വസദഖ വല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ സത്യമാണ്. വഹമ്മൽ ഹദീസു വമാ ഫീഹി അസ്റുൽ കബായിർ, അതായത് അദ്ദേഹത്തിന്റെ വാക്കിൽ വൻപാപങ്ങളൊക്കെയും ഉൾക്കൊള്ളുന്നു. വല്ലദീ യത്തജിഉ വയുകവിമു അലൈഹി ദലീലു അന്ന മൻ ഇർതബ ശൈഅൻ മിൻ ഹാസിൽ അല്ലാഹി മിമ്മാ ഫീ ഹദ്ദുൻ ഫി ദുനിയ, അതായത് ഈ ദുനിയാവിൽ വെച്ചിട്ട് തന്നെ കഠിനമായ ശിക്ഷ നൽകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച പാപങ്ങളുണ്ട്. അതൊക്കെ എന്താണ്? അതൊക്കെ വൻപാപങ്ങളാണ്. കൽ ഖത്ല്, കൊലപാതകം പോലെ, വസിന, വ്യഭിചാരം പോലെ, വസ്സരിഖത്തി, മോഷണം പോലെ, ഔജാ ഫീ വഈദ് ഫിൽ ആഖിറതി മിൻ അസാബിൻ അഗ്ളബിൻ, അല്ലെങ്കിൽ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ നൽകും എന്ന് ഉറപ്പിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്? അതൊക്കെ വൻപാപങ്ങളിൽപ്പെട്ടതാണ്. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദേഷ്യം കിട്ടും, കോപം കിട്ടും എന്ന് പറഞ്ഞ സംഗതികൾ, ഔ തഹ്ദീദിൻ, അതായത് അല്ലെങ്കിൽ മുന്നറിയിപ്പുകൾ, ഔ ലഅനി ഫാഇലി അലാ ലിസാനി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഇന്നഹു കബീറ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിന്റെയോ അവർ ശപിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ മേൽ ശാപമുണ്ട് എന്ന് പറഞ്ഞ ചില സംഗതികളുണ്ട്, ചില പാപങ്ങളുണ്ട്. അതൊക്കെയും എന്താണ്? അതൊക്കെയും വൻപാപങ്ങളാണ്. വലാ ബുദ്ദ മിൻ തസ്ലീമിൻ അന്ന ബഅൽ കബായിരി അക്ബറു മിൻ ബഅദ്, എന്നാൽ വൻപാപങ്ങളിൽ തന്നെ ഏറ്റവും വലിയതുണ്ട്, ഏറ്റവും വലിയ പാപങ്ങളുണ്ട്. അതേതാണ്? അത് ശിർക്കാണ്. അതൊരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരികയില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്ക് ഒരിക്കലും പുറത്തു തരികില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. തൗബ ചെയ്യാതെ മരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്? അത് വൻപാപങ്ങളിൽ ഏറ്റവും ഉന്നതമാണ്, ഏറ്റവും മുകളിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിൽ നിന്നുള്ള ഏതെങ്കിലും ശപിച്ചു എന്ന് പറഞ്ഞ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചു എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ദുനിയാവിലോ പരലോകത്തോ ശിക്ഷ അനിവാര്യമായത്, അല്ലെങ്കിൽ നമ്മുടെ പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, അല്ലെങ്കിൽ ഏതെങ്കിലും മുന്നറിയിപ്പ് നൽകിയ പാപങ്ങളൊക്കെയും എന്താണ്? അതൊക്കെ വൻപാപങ്ങളാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, മഹാന്മാരായ പണ്ഡിതന്മാർ വൻപാപങ്ങളെ പറ്റി ഒരുപാട് ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അൽ കബായിർ എന്ന് ഇമാം സഹബിക്ക് ഗ്രന്ഥമുണ്ട്. അതിൽ 76ഓളം വൻപാപങ്ങളെ എണ്ണിയിട്ടുണ്ട്. ഷാഫി മദ്ഹബിലെ വലിയ ഫഖീഹായ ഇബ്നു ഹജർ ഹൈതമിക്ക് അസ്വാജിർ എന്ന് പറഞ്ഞ ഗ്രന്ഥമുണ്ട്. അതിൽ 100ഓളം വൻപാപങ്ങളെ എണ്ണിയിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന് അൽ കബായിർ എന്ന് പറഞ്ഞ ഗ്രന്ഥമുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ വൻപാപങ്ങളെ എണ്ണിയിട്ടുണ്ട്. അത് ഏത് രൂപത്തിലാണ്? ഈ പറഞ്ഞ രൂപത്തിലാണ്. ഉദാഹരണത്തിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ലഅനല്ലാഹു മൻ സബഹ ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവരുടെ മേൽ ഒരാൾ അറുത്താൽ അവന്റെ മേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടായിരിക്കുന്നതെന്നാണ്. ഇപ്പൊ മൊയ്തീശിക്കിന്റെ പേരിൽ അർത്ഥ ഒരു കാലക്രമം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. മൊയ്തീശിക്കിന്റെ പേരിൽ, ബദരീങ്ങളുടെ പേരിൽ അർത്ഥ ഇന്നുമുണ്ട്. അപ്പൊ അല്ലാഹുവിന്റെ ശാപം ഉണ്ടായിരിക്കുന്ന ലഅനത്തുല്ലാഹി മൻ ഗയ്യറ തഹൂമൽ അർദ്, ഭൂമിയുടെ അതിരി നിർണ്ണയിക്കുന്നതിനെ കല്ല് മാറ്റിമറിക്കാം. അപ്പൊ നമുക്ക് വ്യക്തമായൊരു അതിർത്തി ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് കുറച്ച് മറ്റുള്ള ആളെ അതിർത്തി പിടിച്ചെടുക്കാൻ വേണ്ടി നോക്കുക. പഴയ കാലത്തൊക്കെ കിള മാന്തുമ്പോ മാന്തി 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 നമ്മുടെ അടുത്തേക്ക് കിള വാരിയിടും, മണ്ണ് വാരിയിടും. എന്തിനാണ്? ഭൂമിയുടെ വിശാലമാക്കാനുള്ള പ്രയത്നമാണ്. അങ്ങനെ നമ്മുടെ അതിർത്തി അല്ലാത്ത രീതിയിൽ നിന്ന് കല്ലുകളും മറ്റും മാറ്റി നമ്മുടെ അതിർത്തിയോട് കൂട്ടിച്ചേർക്കുന്നത് എന്താണ്? അല്ലാഹുവിന്റെ ശാപത്തിന് കാരണമായ സംഗതിയാണ്. അതുപോലെ തന്നെ അതായത് കണ്ണ് പൊട്ടനെ, കുരുടനെ വഴിതെറ്റിക്കുക, അല്ലെങ്കിൽ വഴി അറിയാത്തനെ തെറ്റായ വഴികളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വഴിതെറ്റിക്കുക. മൃഗങ്ങളുമായി ലൈംഗിക വേഴ്ച നടത്താം. ഇപ്പൊ നമുക്കറിയാം, യൂറോപ്പിലൊക്കെ ചില നായ്ക്കളൊക്കെ വളർത്തുന്ന, ചില മൃഗങ്ങളെ വളർത്തും തന്നെ ചിലവരുടെ ലൈംഗിക ആസ്വാദനത്തിനും ലൈംഗിക സ്വഭാവത്തിന്റെ അതിനു വേണ്ടിയിട്ടാണെന്നൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ മൃഗങ്ങളുമായി ലൈംഗിക വീഴ്ച നടത്തുന്നവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഹദീസുകളുണ്ട്. തന്റെ ഉപ്പാനെ ചീത്ത പറയുക, അവർ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. തന്റെ പിതൃത്വം മറ്റുള്ളവരിലേക്ക് ചേർത്തി പറയുക, അവർ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്.
വലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്തിൻ വലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്തിൻ. മൂന്ന് പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, ലൂത്തിന്റെ കൗമിന്റെ പണിയെടുക്കുന്ന ഒരുത്തനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാ സ്വർഗ്ഗഭോഗം, സ്വർഗമായിട്ട് രതികളിൽ ഏർപ്പെടാം. ഒരു വർഗം പെണ്ണ് പെണ്ണിനോടും ആണ് ആണിനോടും ആ രൂപത്തിൽ ലൈംഗിക വീഴ്ച നടത്തുക, അതിന് അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നാണ്. അപ്പൊ ഇതൊക്കെ എന്തിന്റെ ഗണത്തിലാണ്? ഇതൊക്കെ വൻപാപമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റേ ഹദീസിൽ കാണാം, മൻ വജത്തുമു യഅമലു അമല ഖൗമി ലൂത്തിൻ ഫഖതുലുൽ ഫായില വൽ മഫൂല ബിഹി. ആരെങ്കിലും സ്വർഗ്ഗരതി നടത്തിയാൽ അത് ചെയ്തവനെയും ചെയ്യിപ്പിച്ചവനെയും, അല്ലെങ്കിൽ സ്വർഗ്ഗ സംഭവം ചെയ്യുന്ന ആരെങ്കിലും കണ്ടാൽ, അങ്ങനെ പിടിക്കപ്പെട്ടാൽ അത് ചെയ്തവനെയും ചെയ്യപ്പെട്ടവനെയും ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ വധിച്ചു കളയുക എന്നുള്ളതാണ്. അപ്പൊ എത്ര ഗൗരവമായ വിഷയമാണത് സ്വർഗ്ഗ സംഭോഗം എന്ന് പറയുന്നത്. ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ ആ രണ്ടാളെയും വധിച്ചു കളയണമെന്നാണ്. അപ്പൊ അതെന്താണ്? അത് വൻപാപമാണ്. അതുപോലെ തന്നെ താൽക്കാലികമായി ഭർത്താവിനെ തയ്യാറാക്കുന്നതിനെയും താൽക്കാലിക ഭർത്താവിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, പഴയ കാലത്തൊക്കെ 3 ചെല്ലി എന്ന് പറഞ്ഞിട്ട് തലാഖ് ചെല്ലും. പിന്നെ എങ്ങനെ തിരിച്ചെടുക്കാൻ വേണ്ടി വഴിയില്ല. ഷാഫി കർമ്മ ഫുഖഹാക്കളൊക്കെ ആലോചിച്ച മറ്റൊരു വഴിയില്ല, വേറെ ആളെ കൊണ്ട് കെട്ടിക്കണം. അങ്ങനെ താൽക്കാലികമായി നിക്കാഹ് ചെയ്യിക്കും. അപ്പൊ ഇന്നലെ രാത്രി ചെയ്ത ആൾ ഇന്ന് രാവിലെ തലാഖ് ചെല്ലിയിട്ട് മടങ്ങിപ്പോയാലേ ആദ്യ ഭർത്താവിനെ ഇവളെ തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ എന്നാണ്. അങ്ങനെ ചടങ്ങ് നിൽക്കൽ എന്ന് പറയുന്ന സമ്പ്രദായം ഉണ്ട്. ആ സമ്പ്രദായം യഥാർത്ഥത്തിൽ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമായിട്ടുണ്ടായിരുന്നു. ചില ആൾ താൽക്കാലികമായിട്ട് കല്യാണം കഴിക്കും, പക്ഷെ ആ പെണ്ണിനെ ഒഴിവാക്കാൻ തന്നെ പിടിച്ചു നിന്ന സന്ദർഭങ്ങളും ഉണ്ടാകാറുണ്ട്. അപ്പോ അതെന്താണ്? അത് വൻപാപമാണ്. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊന്ന് കൈക്കൂലി കൊടുക്കുക, അതുപോലെ തന്നെ കൈക്കൂലി വാങ്ങുക, അതിനു വേണ്ടി പ്രവർത്തിക്കാം. കൈക്കൂലിക്ക് വേണ്ടിയിട്ട് നീ ഇന്ന ഉദ്യോഗസ്ഥന് ഇത്ര കൊടുത്താൽ അയാൾ ഇതൊന്ന് കഴിച്ചിലാക്കി തരുമെന്ന് പറയാ. അങ്ങനെ പ്രവർത്തിക്കുന്നവനും ഏതാണ്? അള്ളാഹുവിന്റെ പ്രവാചകന്റെ ശാപത്തിന് വിധേയമായിട്ടുണ്ട് എന്നാ. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ വൻപാപമാണ്. മറ്റൊന്ന് അൽ മുതശബ്ബിഹീന മിൻ റിജാലി പുരുഷന്റെ വേഷം കെട്ടുന്ന ആള്, അതുപോലെ തന്നെ സ്ത്രീയുടെ വേഷം കെട്ടുന്ന പുരുഷനെയും പുരുഷന്റെ വേഷം കെട്ടുന്ന സ്ത്രീയെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് ഹാക്കിമിന്റെ റിപ്പോർട്ടിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു എന്ന് ബുഖാരിയുടെ റിപ്പോർട്ടിൽ കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമുക്കറിയാം, പുരുഷന്റെ വേഷം കെട്ടുന്ന സ്ത്രീകൾ ഇന്നത് വ്യാപകമാണ്. ടൈറ്റ് ടീഷർട്ടും അതുപോലെ തന്നെ ജീൻസ് ഷർട്ടും ധരിക്കുന്ന സ്ത്രീകളുടെ ആധിക്യമുണ്ട്. അങ്ങനെ പുരുഷന്മാരുടെ വേഷം കെട്ടുന്ന ചില പുരുഷന്മാർ ലിപ്റ്റിക്കൊക്കെ ഇടുന്നുണ്ട്, സ്ത്രീകളെ അനുകരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനുകരിക്കുന്നവർ അള്ളാഹു അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വൻപാപമാണെന്നാണ്. അത് നമ്മൾ വെടിയണമെന്നാണ്. അതുപോലെ മുന്നറിയിപ്പ് നൽകിയ ഹദീസുണ്ട്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, ലാ യൻദുറുല്ലാഹു അസ്സ വജല്ല ഇലാ റജുലിൻ ജാമഅ ഇംറതു ഫി ദുബരിഹ. തന്റെ ഭാര്യയുടെ പിൻദ്വാരത്തിലൂടെ ഗുദമൈദനം ചെയ്ത് ബന്ധപ്പെട്ടവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുകയില്ല എന്ന്. ഭാര്യയുടെ പിൻദ്വാരത്തിലൂടെ ബന്ധപ്പെടുന്നവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുകയില്ല. ഇതെന്താണ്? ഇത് മുന്നറിയിപ്പാണ്. സലാസത്തു ലാ യദ്ഖുലൂനൽ ജന്നത അബദ. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 ആള് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. ഒന്നെന്താണ്? ഒന്ന് ദയ്യൂസാണ്, മറ്റൊന്ന് വറജിലത്തി മിൻ നിസായ്, സ്ത്രീകൾ വേഷം കെട്ടുന്ന പുരുഷനാണ്, വമുദ്ബിനുൽ ഖംർ, അത്യാസക്തനായ മദ്യപാനിയാണ്. അപ്പോൾ സഹാബികൾ ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകരെ, നമുക്ക് ഈ പറഞ്ഞതൊക്കെ മനസ്സിലായി, പക്ഷേ ദയ്യൂസ് എന്താണ് ഈ ദയ്യൂസ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലദീ ലാ യുബാലി മൻ ദഖല അലാ അഹ്ലിഹി. അതെ, തന്റെ ഭാര്യയിൽ അന്യ പുരുഷ സല്ലാപം, വ്യഭിചാരം സമ്മതിക്കുന്ന ആൾ. എന്റെ സുഹൃത്താണ്, ഭാര്യയായിട്ട് ചാറ്റിംഗ് ആയിക്കോട്ടെ, ഭാര്യയായിട്ട് ഫോൺ സംസാരം ആയിക്കോട്ടെ, അല്ലെങ്കിൽ സുഹൃത്തിന്റെ ബൈക്കിൽ ഭാര്യ സഞ്ചരിച്ചോട്ടെ, അല്ലെങ്കിൽ അവിടെ വീടെടുപ്പിക്കുന്നത് ഭാര്യയാണ്, കുറെ അന്യ പുരുഷന്മാരുടെ ഇടപാടിൽ ഒളിച്ചിരിക്കുന്നുണ്ട്, പല രൂപത്തിൽ ഇടപാട് നടത്തുന്നത്, ഒരു പ്രശ്നവും എനിക്കില്ല. ഇങ്ങനെ ഭാര്യ മറ്റുള്ള പുരുഷന്മാരുമായി ഇടപെടുന്നതിനെ, അതിനെ അനിയന്ത്രിതമായ രീതിയിൽ ഇടപെടുന്നതിന് ഒരു പുരുഷൻ ഭർത്താവിന് ഒരു പ്രശ്നവും ഇല്ലാതിരിക്കും.
ചെയ്യാതിരിക്കാം. അതെന്താണ്? അത് ദയ്യൂസാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരിക്കലും എന്തേ അങ്ങനെയുള്ള ആൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ്. അതുപോലെ തന്നെ ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, ബദ്ധം മുറിക്കുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ചില ആൾക്കാരുണ്ടാവും, എല്ലാം താടി ഉണ്ടാവും, നിസ്കാരത്താകും ഒക്കെ ഉണ്ടാവും, പക്ഷെ സഹോദരിയുമായി വേണ്ടിയിട്ട് വർഷങ്ങളായിട്ടുണ്ടാവും. ഒരു നേരെ അടുത്ത് നിൽക്കുന്നുണ്ടാവും, അയൽവാസിയായിട്ട് നിൽക്കുന്നുണ്ടാവും നമ്മുടെ സഹോദരി അല്ലെങ്കിൽ സഹോദരൻ. ഒന്ന് വീട്ടിൽ പോയി കയറുകയോ കുശലം അന്വേഷിക്കുകയോ സലാം ചെല്ലുകയോ ഒന്നും ചെയ്യാത്ത മനുഷ്യന്മാരെ കാണാം. എല്ലാം നിസ്കാരക്കാരാണ്, സമയം കിട്ടുമ്പോൾ പള്ളിയിലേക്ക് പോകും. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാണ് അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. എന്താണത്? വൻപാപമാണ്. ലാ യദ്ഖുൽ ജന്നത നമാം, ഏഷണി പറയുന്ന ആൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതെന്താണ്? അത് വൻപാപമാണ് എന്ന് പണ്ഡിതന്മാർ പറയുകയാണ്. സഹോദരന്മാരെ, ഇങ്ങനെയുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, മൻ ഖതല നഫ്സുഹു ബിഹദീദത്തിൻ ഫഹദീദതുഹു ഫി യദി യതവജ്ജഉ ബിഹാ ബത്നിഹി ഫി നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ ഫിഹാ അബദ. ഒരാൾ ആത്മഹത്യ ചെയ്തു, കത്തി ഉപയോഗിച്ചിട്ടോ മറ്റോ സ്വയം കുത്തി ആത്മഹത്യ ചെയ്തു. അതേ റിപ്പോർട്ടിൽ കാണാം, മൻ ശരിബ സമ്മൻ, ഒരാൾ വിഷം കഴിച്ചു ആത്മഹത്യ ചെയ്തു. വമൻ തർദ മിൻ ജബലി, ഒരാൾ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നോ അല്ലെങ്കിൽ മലന്റെ മുകളിൽ നിന്നോ മറ്റോ തുള്ളിയിട്ട് ആത്മഹത്യ ചെയ്താൽ നാളെ പരലോകത്ത് നരകത്തിൽ അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുമെന്നാണ്. എങ്ങനെയാണ് അയാൾ ആത്മഹത്യ ചെയ്തത്? അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഇത് ശിക്ഷയെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ്. അതുകൊണ്ട് തന്നെ ഇതെന്തിന്റെ ഇരുത്തപ്പെടുന്നതാണ്? ആത്മഹത്യ എന്ന് പറഞ്ഞാൽ അത് വൻപാപമാണ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ യഖതഅ ഹഖ്ക ഇംരിഹിൻ മുസ്ലിമിൻ ഫഖദ് ഔജബല്ലാഹു ലഹു നാറ വഹറമ അലൈഹിൽ ജന്ന. സത്യം ചെയ്ത് മുസ്ലിങ്ങളുടെ ഹക്ക്, സ്വത്ത്, അവകാശം, മുൻഗണനാക്രമം അതൊക്കെ അതിൽ പെടും. തടിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നരകം നിർബന്ധാക്കി. ഇപ്പൊ മുസ്ലിമിന്റെ അവകാശം, ചിലപ്പോൾ നമ്മുടെ പെങ്ങൾക്ക് കുട്ടികളുണ്ടാവും, യതീമായിരിക്കും, അവർക്ക് ചില അവകാശം ഉണ്ടാവും, പെങ്ങൾ മരിച്ചു പോയിട്ടുണ്ടാവും, പക്ഷേ അത് കൊടുക്കാതെ തടഞ്ഞു വെക്കാം. അല്ലെങ്കിൽ സ്വത്ത് വിഹിതം വെക്കേണ്ട ഒരു ക്രമത്തിൽ അത് വിഹിതം വെക്കാതെ നീട്ടി 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 കൊണ്ടുപോകാം. ചർച്ചക്കൊന്നും നിൽക്കൂല അല്ലേ? മറ്റുള്ളവർക്ക് കിട്ടേണ്ട അവകാശം അത് തടിയുന്നവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം നിർബന്ധമാക്കിയത് ഒരു മുസ്ലിമിനെ ലഭിക്കേണ്ട അവകാശം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, മാ മിൻ വാലിൻ ബലി റഅയ്യതൻ മിനൽ മുസ്ലിമീന ഫയമൂതു വകാശുൽ ലക്കും ഇല്ലാ ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ഒരാൾ ജനങ്ങളെ ചതിച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ റായി ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കപ്പെടുന്നവനായി അവൻ നിയോഗിക്കപ്പെട്ടു. ഇപ്പൊ പള്ളിയിൽ ഒരു ഖത്തീബായി അല്ലെങ്കിൽ മദ്രസയിൽ ഒരു സദറായി മുദരിസായി മുസ്ലിങ്ങളുടെ ഒരു അവകാശം നിർവഹിക്കുന്ന രീതിയിൽ ഒരാൾ ഒരു ഉത്തരവാദിത്വം ഉണ്ട്, അല്ലെങ്കിൽ നല്ല ഒരു ജമാഅത്തുണ്ട്, ഒരു നല്ല സംഘടന ഉണ്ട്, ദഅവത്ത് നടത്തുന്ന സംഘടന ഉണ്ട്, അതിലൊരു സ്ഥാനം അയാൾ വഹിക്കാൻ. പക്ഷെ അതിനോടൊന്നും അയാൾ നീതി കാണിക്കുന്നില്ല. വിചാരിച്ചു ഒരു നീതിയും കാണിക്കില്ല. പള്ളിയിൽ സദറാണ്, വൈകിട്ട് വരും, ചിലപ്പോൾ അധികം ലീവ് ഉണ്ടാകും, അല്ലെ, വെറും ഒപ്പിടും, ശമ്പളം വാങ്ങും, അതിൽ മാത്രം. ഇപ്പൊ പള്ളിയിൽ ഇമാമാണ്, മറ്റൊന്നും ശ്രദ്ധിക്കൂല, ശമ്പളത്തിന് കൃത്യമായിട്ട് ചോദിക്കുകയും ചെയ്യും. ഇങ്ങനെ ആയാൽ എന്താണ്? അയാളുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ലെങ്കിൽ എന്താണ്? ഇല്ലാ ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അയാൾക്ക് നരകമല്ലാതെ വേറൊന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ സ്വർഗം നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്നാണ്. എന്താണ് സംഭവം? ഉത്തരവാദിത്വമാണ്. പക്ഷേ അതെന്താണ്? കരുതിക്കൂട്ടി അതിനോട് വിഘ്നം സംഭവിക്കുക, അതിനോടൊരു അലസത കാണിക്കുക. എങ്കിൽ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ, ഇത് സംബന്ധമായിട്ടുള്ള ഒരുപാട് ഹദീസുകൾ കാണാം. ഇതൊന്നും ചില്ലറ വിഷയമല്ല. അപ്പൊ അല്ലാഹുവിന്റെ കോപം ഉണ്ടാകും എന്ന വിഷയം വൻപാപത്തിൽപ്പെട്ടതാണ്. അതെന്താണെന്നറിയോ? ഇന്ന അബ്ഗള റിജാലി ഇലല്ലാഹി അലത്തുൽ ഖസിം, അതായത് ജനങ്ങളിൽ വെച്ച് അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ആൾ അലത്തുൽ ഖസിമാണ് എന്ന് പറഞ്ഞതറിയോ? ചെറിയ ചെറിയ നിസാരമായ കാര്യങ്ങൾക്ക് പോലും വാക്ക് തർക്കുണ്ടാക്കാം. ഇവരോട് സംസാരിക്കാൻ പറ്റൂല കേട്ടോ. എന്തറിയോ വലിയ താടിയും നിസ്കാരത്താൻ വേണ്ടി ഇവിടെ അടുത്ത് പോകാൻ പെട്ടെന്ന് കോപിക്കും, ദേഷ്യം കുടിക്കും. അങ്ങനെയുണ്ട്. എപ്പോഴും വഴക്ക് കൂട്ടുന്നൊരു പ്രകൃതം, എപ്പോഴും ഒരു പ്രശ്നക്കാരൻ. വീട്ടിൽ വന്നാൽ വീട് അയാളെന്താണ് ഓക്കെ, പക്ഷെ വീട്ടിലെ കുടുംബക്കാർക്കൊക്കെ ഭയാണ്. അതിന് സമാധാനം കിട്ടില്ല. ഉപ്പ് കയറി വരുമ്പോൾ തന്നെ ബഹളായിരിക്കും. എന്താ അടട്ടി, എന്താ അടച്ചില്, എന്തിനാ മോട്ടർ എന്തിനാ ഉണക്കിയ, എന്തിനാ കണ്ട് ഓഫാക്കിയില്ല, എന്തുകൊണ്ട് ഫാൻ തിരിയുന്നത്, എപ്പോഴൊരു ബഹളമായ വീട്ടിൽ, എപ്പോഴും കച്ചറ, കുഴപ്പം. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലത്തുൽ ഖസീമാണ്, എപ്പോഴും ബഹളക്കാരൻ, എപ്പോഴും കുഴപ്പക്കാരൻ. ഒരു ഡ്രൈവറായിരിക്കും, ആരെങ്കിലും ഒന്ന് വണ്ടി കുറച്ച് തെറ്റിച്ചു വിട്ടേ അപ്പാട് കിട്ടും പുലമ്പ്യം, വായിൽ ക്ഷമയില്ലാത്ത അവസ്ഥ, അല്ലേ? സഹോദരന്മാരെ ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ കോപത്തിനിടയായ പ്രവർത്തനം അയാൾ ചെയ്യുന്ന എന്താ പണ്ഡിതന്മാർ പറഞ്ഞറിയോ? വൻപാപാണെന്നാ.
വൻപാപാണെന്ന്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ നമ്മൾ ചില്ലറ വിഷയത്തോടെ കൈകാര്യം ചെയ്യേണ്ടതില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്തറിയോ, മൻ ഖശ്ശ ഫലൈസ മിന്നി, ആരെങ്കിലും വഞ്ചന നടത്തുന്നെങ്കിൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. ആരെങ്കിലും വഞ്ചന നടത്തുന്നുണ്ടെങ്കിൽ എന്നിൽപ്പെട്ടവനല്ല. ചിലപ്പോൾ ആൾക്ക് എന്തെങ്കിലും സാധന വിൽപ്പന ഉണ്ടാവും, വസ്തു വിൽപ്പന, ഒരു കാറ്, ലോറി, വണ്ടി, അല്ലെ, വിൽപ്പന രംഗത്ത് അല്ലെങ്കിൽ കച്ചവട രംഗത്ത് നീതി കാണിക്കാത്ത ആൾക്കാർ അവരെന്താണ്? അവർ എന്നിൽപ്പെട്ടവനല്ല. ലൈസ മിന്നാ മൻ വറബൽ ഹുദൂദ്, അതുപോലെ മുഖത്തടിച്ച് കരയുന്നവൻ എന്നിൽപ്പെട്ടവനല്ല. ഔ ശക്കൽ ജുയൂബ്, അല്ലെങ്കിൽ മാറി കീറുന്നവൻ, അങ്ങനെ കരയുന്നവൻ എന്നിൽപ്പെട്ടവനല്ല. ഔ ദആ ബി ദഅവത്തിൽ ജാഹിലിയ, അല്ലെങ്കിൽ ജാഹിലിയത്ത് കാലത്ത് വിളിച്ചു പോകുന്നവരെ കരയുന്നവരൊന്നും എന്നിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതൊക്കെയും സഹോദരന്മാരെ വൻ പാപങ്ങളായിട്ടാണ് പണ്ഡിതന്മാർ എണ്ണീറ്റുള്ള ഇത് സംബന്ധമായിട്ടുള്ള ഒരുപാട് ഹദീസുകളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നാം ഗൗരവത്തോടെ ചിന്തിക്കുകയും ജീവിതത്തെ മെച്ചപ്പെടുത്തി മുന്നോട്ട് നയിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ്, പ്രിയപ്പെട്ട വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. ഈ വൻപാപങ്ങളെപ്പറ്റി പറഞ്ഞപ്പോൾ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകിയ ചെറുപാപങ്ങളുണ്ട്. അത് ആമായി മൊത്തമായി എണ്ണി പറഞ്ഞിട്ടില്ലെങ്കിലും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാകും വ മുഹ്ഖറാത്തിസ് ദുനൂബ്, നിങ്ങൾ ചെറുപാപങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ ചെറുപാപങ്ങൾ സൂക്ഷിക്കണം. ഫൈനഹുന്ന യജ്തമഇന അല റജുലി ഹത്താ യുഹ്ലികന, കാരണം അവ ഒരാളിൽ ഒരുമിച്ച് കൂടിയാൽ അയാളെ തന്നെ അത് നശിപ്പിച്ചു കഴിയുമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ലറബ ലകുന്ന മസല, ഇതുപോലെയാണ്. അതായത് ഒരു സ്ഥലത്ത് കുറേ ആൾക്കാർ ഇറങ്ങി, അവർക്ക് അവിടെ കത്തിക്കണം, ഭക്ഷണം പാകം ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടായി. അവരെന്തായി, വിറക് ശേഖരിക്കാൻ വേണ്ടി പോയി. പഴയ കാലത്താണ്, ഒരാൾ മറ്റൊരു സ്ഥലത്ത് പോയി വിറക് ശേഖരിച്ചു, വേറൊരാൾ വേറെടുത്ത് പോയിട്ട് വിറകെടുത്ത് കൊണ്ടുവന്നു. അങ്ങനെ ഒരു 4-5 ആൾ പല ഭാഗത്തുനിന്ന് വിറക് ശേഖരിച്ച് കൊണ്ടുവന്ന അതൊരു വലിയൊരു കൂമ്പാരമായി മാറും. അതുപോലെയാണ് നിങ്ങളിൽ ഉണ്ടാകുന്ന ചെറുപാപങ്ങൾ എന്നാണ്. അതെന്തായി മാറും? അത് വലിയ കൂമ്പാരമായി മാറും. അത് നിങ്ങളെ തന്നെ നശിപ്പിച്ചു കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നിസ്സാരമായി തോന്നുന്ന കാര്യമായിരിക്കും. ഇപ്പം ചിലപ്പോൾ ഫോൺ ഉപയോഗിക്കുന്ന ഒരാൾ പറയും, ഫോൺ അടിക്കുന്നുണ്ടാവും, റിങ് അടിക്കുന്നുണ്ടാവും, നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പറയും, എന്താണ്, ഞാൻ ചിലപ്പോൾ ഡ്രൈവിങ്ങിലായിരിക്കും. അത് പതിവ് വർത്താനം. അതുപോലെ തന്നെ പറയും, ഞാനത് കണ്ടിട്ടില്ല, ഫോൺ സൈലന്റിലായിരിക്കും, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. ചിലപ്പോൾ നല്ല അവസരം ഒഴിവുണ്ടാവും. അല്ലെങ്കിൽ പറയും, ഞാനിപ്പോൾ ഒരു പെട്ടെന്ന് സൂപ്പർ മാർക്കറ്റിലാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ ഇത് പതിവായി വരുമ്പോൾ എന്താകും? അതൊരു വലിയൊരു ശേഖരമായി മാറുമെന്നാണ്. അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ വിളിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇയ്യാകി വ മുഹഖറാത്തിസ് ദുനൂബ്, ഏ ആയിഷ, നീ എന്താക്കണം? നീ ചെറുപാപങ്ങൾ സൂക്ഷിക്കണം. ഫൈന ലഹാ മിനല്ലാഹി അസ്സ വജല്ല ത്വാലിബ, എന്തുകൊണ്ടെന്നാൽ അല്ലാഹുവിങ്കിൽ അവയും വിചാരണ ചെയ്യപ്പെടുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നത് വലുതായി മാറും, വലുതായി മാറും. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കാണാം, ഇന്ന ശൈത്താന ഖദ് യഇസ അൻ തുഅബുദൽ അസ്നാമു ഫിൽ അർദിൽ അർദ്. അതെ, അറബ് നാടുകളിൽ വിഗ്രഹം ആരാധിക്കപ്പെടുന്നതിനെ കുറിച്ച് ശൈത്താൻ നിരാശനായിരിക്കുന്നു. ശൈത്താൻ വലാകിന്നഹു സയർലാ മിൻകും ബിദുനൂബി ദാലിക ബിൽ മുഹ്ഖറാത്ത് എന്ന് കാണാൻ സാധിക്കും. അതായത്, എന്നാൽ നിങ്ങളുടെ ചെറുപാപങ്ങൾ തുടർച്ചയായി ചെയ്യുമെന്നതിനാൽ അവൻ സംതൃപ്തനാണ്. നിങ്ങൾ ചെറുപാപങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ കുട്ടികളോടൊക്കെ നമ്മളിങ്ങനെ തമാശക്കാണെങ്കിൽ ഇങ്ങനെ കളവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഭാവം ഉണ്ടാവും. അതുപോലെ തന്നെ പല പല വിഷയങ്ങളുണ്ടാവും. അതൊക്കെ എന്താണ്? അതൊക്കെ കൂടി വഹിയൽ മൂബികാതു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അത് വൻ പാപങ്ങളായി പരിണമിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മൾ അറിയാതെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ദിനേന ചെയ്യുന്ന ചെറുപാപങ്ങൾ അത് സൂക്ഷ്മമായി നമ്മൾ വിലയിരുത്തി മനസ്സിലാക്കും. ഞാൻ കളവാണ് പറഞ്ഞത്, നമുക്ക് തന്നെ ഒരു ബോധം ഉണ്ടാവും. പക്ഷെ അത് ദൈനംദിനം നമ്മൾ ഇത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതെന്താണ്? അത് വൻ പാപങ്ങളായി പരിണമിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസിനി സാനി ഹീന യസിനി വഹുവ മുഅ്മിനുൻ, ഒരു വ്യഭിചരിക്കുന്നവൻ അവൻ വിശ്വാസിയായിരിക്കെ വ്യഭിചരിക്കുകയില്ല. വലാ യസ്രിഖു സാരിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിനുൻ, അതെ, വിശ്വാസിയായിരിക്കെ ഒരാൾ മോഷണം നടത്തുകയില്ല. വലാ യശ്റബുൽ ഖംറ ഹീന യശ്റബു വഹുവ മുഅ്മിനുൻ, വിശ്വാസിയായിരിക്കെ ഒരാൾ കള്ള് കുടിക്കുകയില്ല. പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിച്ചിട്ട് കാണാൻ സാധിക്കും, ഈമാനിന്റെ ദറജ അയാളിൽ വളരെ കുറഞ്ഞു വരുമെന്ന്. എന്ന് പറഞ്ഞാൽ ഒരാൾ കള്ള് കുടിച്ചാൽ കാഫിർ എന്നല്ല അർത്ഥം. മറിച്ച് എന്താ?
ഈമാനിന്റെ പൂർണ്ണത ഉണ്ടായിരിക്കെ ഒരാൾ എന്താണ്, അയാളിൽ വ്യഭിചാരം വരികയില്ല, അയാൾ മോഷ്ടിക്കുകയില്ല, അയാൾ കള്ളു കുടിക്കുകയില്ല. അല അറിയണം, ഇന്നഹു ലാ യദ്ഖുലുൽ ജന്നത ഇല്ലൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾക്കല്ലാതെ സ്വർഗമില്ല എന്നാണ്. സത്യവിശ്വാസികൾക്കല്ലാതെ, ഈമാനുള്ളവർക്കല്ലാതെ, യഥാർത്ഥ വിശ്വാസികൾക്കല്ലാതെ സ്വർഗമില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മളിൽ നിന്ന് വന്ന തെറ്റുകൾ വന്നാൽ അള്ളാഹുവിലേക്ക് അകവഴിഞ്ഞ് പശ്ചാത്തപിച്ചുകൊണ്ട് ആ തെറ്റുകൾ കുറ്റങ്ങൾ വെടിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരായി വെമ്പൽ കാണിക്കണം. എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ വെടിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ഭയന്നുകൊണ്ട് ജീവിക്കുന്നവരായി യഥാർത്ഥ വിശ്വാസികളായി ക്ഷമിക്കാൻ, അങ്ങനെ ജീവിക്കാൻ വേണ്ടി നിരന്തരമായി പരിശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ വിശ്വാസം നേരെ ചൊവ്വയാക്കുക, തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക, എല്ലാവിധ ശിർക്കുകളും വെടിഞ്ഞുകൊണ്ട് ജീവിക്കുക, അനാചാരങ്ങളും പൊങ്ങച്ചങ്ങളും ആൾക്കാരെ കാണിക്കുന്ന പ്രവർത്തനങ്ങളും വിട്ടൊഴിഞ്ഞുകൊണ്ട് ജീവിക്കുക. കൊടുത്തു തീർക്കാനുള്ള മറ്റുള്ളവരുടെ അവകാശങ്ങൾ നമ്മുടെ പോക്കറ്റിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കാൻ വേണ്ടി വെമ്പൽ കാണിക്കുക. മാപ്പ് ചോദിക്കേണ്ടവരോട് മാപ്പ് ചോദിക്കുക, മാപ്പ് കൊടുക്കേണ്ടവർക്ക് മാപ്പ് കൊടുക്കുക. സംഗീതം, സിനിമ, സീരിയല് എന്നിവയുള്ള മുഴുവൻ ഹറാമായ സംഗതികളും വെടിഞ്ഞുകൊണ്ട് ജീവിക്കുക. ഇഖ്ലാസോട് കൂടിയും പ്രതിഫലേച്ഛയോട് കൂടിയും പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. അള്ളാഹുവേ, സാധാ മരുന്നുകൾ കൊണ്ട് മാറാത്ത മാരാ രോഗങ്ങൾ, എപ്പോഴും മരുന്നുകളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, പോസ്റ്റ്മോർട്ടം പോലെയുള്ള അപകട മരണങ്ങൾ, വാർദ്ധക്യത്തിലോ മറ്റോ ജീവശമായി കിടക്കേണ്ടി വരുന്ന അവസ്ഥകൾ, മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് വ്യതിചലിച്ച് മരണം ഭരിക്കേണ്ടി വരുന്ന ദുര്യോഗമായ അവസ്ഥകൾ, അള്ളാഹുവേ, എന്നിവയ്ക്ക് തൊട്ട് നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കുക. അള്ളാഹുവേ, നമ്മുടെ ഏറ്റവും നല്ല സമയം അന്ത്യസമയമാക്കുകയും യഖീനോടുകൂടി ദൃഢതയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന സത്യവിശ്വാസികളാക്കി നമ്മളെവരെയും മാറ്റിത്തീർക്കണമേ. അള്ളാഹുവേ, നമ്മിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആരോഗ്യ സൗഖ്യം ഹിദായത്തും പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നിന്റെ വിശാലമായ മഗ്ഫിറത്ത് വഴി അവരെയും നമ്മളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന മുഴുവൻ വിശ്വാസികൾക്കും നീ ഇസ്തിഖാമത്തും ഇഖ്ലാസും പ്രദാനം ചെയ്യണമേ. മരിച്ചുപോയ മുഴുവൻ വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും നിന്റെ മഗ്ഫിറത്ത് വഴി അവരെയും നമ്മളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.